പരിശുദ്ധ അമ്മയുടെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൊല്ലം രൂപതയിലെ പ്രഥമ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവമാതാവിൻ്റെ തീർത്ഥാടന ദൈവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവമാതാവിൻ്റെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ്. തിരുനാളിൻ്റെ ഭാഗമായിട്ടുള്ള മരിയൻ തീർത്ഥാടനം ആരംഭിക്കുന്നത് 2025 നവംബർ 30 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കുള്ള തീർത്ഥാടന വിളംബര പ്രഖ്യാപനത്തോടു കൂടിയാണ്. തുടർന്ന് 2025 ഡിസംബർ 31 മരിയൻ തീർത്ഥാടനം സമാപിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് തീർത്ഥാടകരായ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അമ്മേ എന്ന് ആഴമുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെ ചാരെ വരുന്നു. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ച് തുടങ്ങുന്ന ഈ പ്രാർത്ഥന സമാപിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാക്കുക. പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങാനും പ്രാർത്ഥിക്കുവാനും അനേകം മരിയൻ തീർത്ഥാടകർ കടന്നു വരുന്ന പുല്ലിച്ചിറ അമലോത്ഭവമാതാ ദൈവാലയത്തിൽ ഡിസംബർ 8 അമലോത്ഭവമാതാവിൻ്റെ ദിനമായിട്ട് ആചരിക്കുകയാണ്. അന്ന് രാവിലെ 7 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലി അർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് ഡിസംബർ 11 വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പരിശുദ്ധ അമലോത്ഭവമാതാവിൻ്റെ നാമത്തിൽ തിരുനാൾ കൊടിയേറുകയും തുടർന്ന് കൊല്ലം രൂപതയുടെ മുൻമെത്രാനായ അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള ദിവ്യബലി അർപ്പണവും വചന സന്ദേശവും ഉണ്ടായിരിക്കുന്നതാണ്. ഡിസംബർ 14 ഇടവകയുടെ ദിനമായിട്ട് ആചരിക്കുന്ന വേളയിൽ അന്നേ ദിവസം രാവിലെ 9 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലി അർപ്പണത്തിൽ ഇടവകയിലെ കുട്ടികൾ ഒരുമിച്ച് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നു. തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളായ ഡിസംബർ 20, 21, 22 വിവിധങ്ങളായിട്ടുള്ള ക്രമത്തിലെ ദിവ്യബലി അർപ്പണവും പ്രാർത്ഥനകളും വിവിധ ചടങ്ങുകൾക്കും അനേകർ സാക്ഷികളാകും. ഡിസംബർ 20 രാവിലെ 7 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധ മാതാവിൻ്റെ തീരത്ത് കായൽ വെഞ്ചരിപ്പ് കർമ്മവും തുടർന്ന് ഉച്ചയ്ക്ക് അന്നേ ദിവസം 3 മണിയോടുകൂടി പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം തീർത്ഥാടകർക്ക് വണങ്ങാനും പ്രാർത്ഥിക്കാനുമായിട്ട് പ്രതിഷ്ഠ നടത്തുന്നതുമാണ്. തിരുനാൾ ദിനമായ ഡിസംബർ 21 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊല്ലം രൂപതയുടെ മെത്രാനായ അഭിവന്യ പോളാനി മുല്ലശ്ശേരി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണവും വചന സന്ദേശവും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് ഡിസംബർ 22 തിങ്കളാഴ്ച പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പുനഃപ്രതിഷ്ഠയും നടത്തുന്നതാണ്. ഈ ഒരു മാസക്കാലം വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകൾ, സംഗമങ്ങൾ, സ്നേഹവിരുന്നുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടവക സമൂഹം ഈ ഒരു മാസക്കാലം എല്ലാ ദിവസവും ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി 1 മണിക്കൂർ നേരം ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു മാസക്കാലം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ, നാടകം, ഗാനമേള തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും ആഘോഷങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. തീർത്ഥാടനത്തിൻ്റെ സമാപന ദിവസം ഡിസംബർ 31 വൈകുന്നേരം 5 മണിക്ക് ആഘോഷമായിട്ടുള്ള ദിവ്യബലി അർപ്പണത്തോടുകൂടി മരിയൻ തീർത്ഥാടനം
സമാപിക്കുന്നതുമാണ്. ഈ ഒരു മാസക്കാലം അനേകായിരം മക്കളാണ്, തീർത്ഥാടകരാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കടന്നു പോവുകയും ചെയ്യുന്നത്. ഏറ്റവും വിശ്വാസത്തോടു കൂടി, ഏറ്റവും സ്നേഹത്തോടു കൂടി, വാത്സല്യത്തോടു കൂടി നിങ്ങൾ മാതാവിൻ്റെ ചാരെ വരിക, പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ കൃപകൾ നേടിയെടുക്കുക. ഏവരെയും ഏറ്റവും കൃത്യമായ രീതിയിൽ പരിശുദ്ധ പുല്ലിച്ചിറ അമലോത്ഭ മാതാവിൻ്റെ ഈ തീർത്ഥാടന തിരുനാളിന് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാദർ അമൽരാജ്, പുല്ലിച്ചിറ ഇടവക വികാരി.